തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തുടർ പഠനങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ നടത്തുന്നു. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളെക്കുറിച്ചുള്ള ആമുഖ പഠനങ്ങളും നമ്മൾ നടത്തുന്നു. ഏവർക്കും സ്വാഗതം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ ഏവയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു. ഒന്ന്, പാപത്തിൻ്റെ സാർവത്രികതയും ദൈവകോപവും. പശ്ചാത്തലമോ ധാർമ്മിക നിലയോ പരിഗണിക്കാതെ എല്ലാ ആളുകളും അവരുടെ പാപസ്വഭാവം കാരണം ദൈവകോപത്തിൻ്റെ കീഴിലാണെന്ന് പൗലോസ്ലീഹ സമർത്ഥിച്ചുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിൻ്റെ പാപത്തിൻ്റെ സാർവത്രികതയെക്കുറിച്ചും ദൈവത്തെ കോപത്തെക്കുറിച്ചുമുള്ള ദർശനം നമുക്ക് നൽകുന്നു. റോമർ 1:18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 3:9 മുതൽ 20-23 വാക്യങ്ങൾ. മനുഷ്യൻ്റെ പാപാവസ്ഥയെ ഈ വേദഭാഗങ്ങൾ ഊന്നി പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, അപ്പോഴെന്ത് യഹൂദരായ നമുക്ക് വല്ല മേന്മയുമുണ്ടോ? ഇല്ല, അശേഷമില്ല. യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. റോമർ 3:23. പാപത്തിൻ്റെ സാർവത്രികത ഒരു സാർവത്രിക പരിഹാരത്തിൻ്റെ ആവശ്യകതയെ അടിവരയിടുന്നുണ്ട്. ഇത് പിന്നീട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണമായി അല്ലെങ്കിൽ സാർവത്രികമായ ഒരു പരിഹാരമായി പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നു. അതായത് പാപം സാർവത്രികമാണെങ്കിൽ രക്ഷയും അതുപോലെ സാർവത്രികമാണ്. ആ രക്ഷ എന്നത് വിശ്വാസത്തിലൂടെ യേശുവിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. 2, വിശ്വാസത്താൽ നീതീകരണം. റോമാ ലേഖനത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങളിലൊന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള നീതീകരണമാണ് എന്ന് നമ്മൾ കണ്ടുവല്ലോ. ദൈവം മുൻപാകെ വ്യക്തികൾ നീതീകരിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തികളിലൂടെയോ ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെയല്ല, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. റോമർ 3:21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇത് യഹൂദരുടെ മതദർശനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ദർശനത്തിന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പ്രവൃത്തികൾക്കപ്പുറമായി വിശ്വാസത്തിലൂടെയുള്ള രക്ഷയെപ്പറ്റി പൗലോസ്ലീഹ ഇവിടെ പറയുന്നു. ഈ വിഷയം കൃപയുടെ ആശയവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ രക്ഷ മനുഷ്യയോഗ്യതയ്ക്കുള്ള പ്രതിഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദാനമാണ്. വിശ്വാസത്തോടുള്ള നീതീകരണം എല്ലാ ആളുകൾക്കും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ ലഭ്യമാണെന്ന് പൗലോസ്ലീഹ ഊന്നി പറയുന്നു. അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ്: ഈ ദൈവനീതി വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. റോമർ 3:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത്, വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ഊന്നൽ നൽകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവൃത്തികളുടെ പങ്കിനെക്കുറിച്ചും പൗലോസ്ലീഹ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവൃത്തികളില്ലാതെ ഉള്ള വിശ്വാസം നിർജീവമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമർ 2:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 7:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. റോമർ 2:6-7 വാക്യങ്ങൾ. യഥാർത്ഥ വിശ്വാസം ദൈവത്തോടുള്ള അനുസരണത്താൽ സവിശേഷതയുള്ള ഒരു രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നുവെന്ന് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നു. കാരണം
നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് എന്നും പൗലോസ്ലീഹ പറയുന്നുണ്ട്, റോമർ 2:13. അതുകൊണ്ട് പ്രായോഗികമായ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തി തലത്തിൽ വിശ്വാസം ജീവിക്കേണ്ടതിൻ്റെ പ്രായോഗികത അല്ലെങ്കിൽ പ്രാധാന്യം ഇവിടെ പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദർശനം, തിയോളജി ഓഫ് ദ ഹോളി ട്രിനിറ്റി. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ ത്രിത്വം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും രക്ഷയിൽ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ് എന്നിവരെല്ലാം വ്യത്യസ്തമായ പങ്ക് വഹിക്കുന്ന ദൈവത്തിൻ്റെ ത്രിയേക സ്വഭാവത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഈ ലേഖനം അവതരിപ്പിക്കുന്നുണ്ട്. റോമർ 1:7, 4:24, 25, 5:5, 8, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉദാഹരണത്തിന് പൗലോസ് എഴുതുന്നത്, ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. റോമർ 6:4. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ന്യൂമ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നവൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. റോമർ 8:11. ദൈവത്തിൻ്റെ പരമാധികാരം, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പങ്ക് എന്നിവയെക്കുറിച്ച് ഈ ലേഖനത്തിലെ പൗലോസിൻ്റെ പരാമർശങ്ങളിലെല്ലാം പരിശുദ്ധ ത്രിത്വം അന്തർലീനമാണെന്ന് നമുക്കിതിനാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇസ്രായേലിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. യേശുവിനെ മിശിഹായായി അവർ നിരസിച്ചത് ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും കരുണയുടെയും ഒരു വലിയ വിവരണത്തിൻ്റെ ഭാഗമാണെന്ന് പൗലോസ്ലീഹ വാദിക്കുന്നു. റോമർ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം. ഇസ്രായേലിൻ്റെ രക്ഷ ഇപ്പോഴും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്ന് പൗലോസ് ഊന്നി പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാലുക്കളാക്കുവാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കുവാൻ ഇടയാകുമല്ലോ എന്നാണ് പൗലോസ്ലീഹ റോമർ 11, 13, 14 വാക്യങ്ങളിൽ പറയുന്നത്. ഈ വിഷയം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തതയും യഹൂദരോ വിജാതിയരോ ഗ്രീക്കുകാരോ ഏതു തന്നെയായാലും വിശ്വസിക്കുന്ന ഏവരുടെയും പരസ്പര ബന്ധത്തെയും രക്ഷയെയും സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രാധാന്യത്തോടു കൂടി പൗലോസ്ലീഹ അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് പാപവുമായുള്ള പോരാട്ടവും ക്രിസ്തുവിലുള്ള ജീവിതവും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വിശ്വാസികൾ പാപവുമായി അനുഭവിക്കുന്ന ആ പോരാട്ടത്തെ, ആ സംഘർഷത്തെ പറ്റി പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട്. അത് മാനസാന്തരത്തിന് ശേഷവും സംഭവിക്കുന്നു, തുടരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു, നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. റോമർ 7:18. ഈ പ്രമേയം പഴയതും പാപപൂർണവുമായ സ്വഭാവത്തിനും വിശ്വാസികൾ ജീവിക്കാൻ വിളിക്കപ്പെട്ട പുതിയതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ ജീവിതത്തിനും ഇടയിലുള്ള പിരിമുറുക്കത്തെ എടുത്തു കാണിക്കുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാട്ടം ചെയ്യുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7, 22, 23 വാക്യങ്ങൾ. വിശ്വാസികൾക്ക് ഈ പോരാട്ടം ഒരു സാധാരണ അനുഭവമാണ്. ഇങ്ങനെ പൗലോസിൻ്റെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത് ന്യായപ്രമാണത്തിൻ്റെ പങ്ക്. ന്യായപ്രമാണം അല്ലെങ്കിൽ മോശയുടെ ഇസ്രായേൽക്കാർക്ക് ലഭിച്ചതായ, യഹൂദർക്ക് ലഭിച്ചതായ ന്യായപ്രമാണവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ്ലീഹ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണം വിശുദ്ധവും നീതിയുക്തവുമാണെങ്കിലും മനുഷ്യൻ്റെ പാപം നിമിത്തം അതിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന നിഗമനത്തിലേക്ക് പൗലോസ്ലീഹ എത്തുന്നുണ്ട്. പകരം പാപത്തെ വെളിപ്പെടുത്താനും ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും ന്യായപ്രമാണം നമ്മെ സഹായിക്കുന്നു. റോമാക്കാർക്ക് ലേഖനം 5:20, 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
തന്നിമിത്തം നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. നിയമം നമ്മളെ പാപത്തിൽ വീഴാതെ പാലിക്കുന്നു, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള അവബോധം നൽകുവാൻ നമ്മളെ സഹായിക്കുന്നു. എന്നാൽ നിയമത്തിനൊരിക്കലും നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പഴയ നിയമവുമായുള്ള വിശ്വാസികളുടെ ബന്ധത്തെയും രക്ഷയുടെ സ്വഭാവത്തെയും മനസ്സിലാക്കുവാൻ ഈ വിഷയം നിർണായകമാണ്. അതായത് നിയമ അധിഷ്ഠിതമായ ജീവിതം, അല്ലെങ്കിൽ യഹൂദരുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായ നിയമപാലനം എങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിർണയിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് റോമാക്കാരെഴുതിയ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ തീവ്രവും ആഴവുമായിട്ടുള്ള ദൈവിക ദർശനമാണ്. അടുത്തത് ദൈവസ്നേഹത്തിൻ്റെയും രക്ഷയുടെയും ഉറപ്പ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഉടനീളം ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പ്രകടമായ വിശ്വാസികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൗലോസ്ലീഹ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഉറപ്പ് ക്രിസ്തീയ പ്രത്യാശയ്ക്കും സ്ഥിരോത്സാഹത്തിനും ഒരു അടിത്തറ നൽകുകയും ചെയ്യുന്നു. റോമർ 5:1-11 വരെയുള്ള വാക്യങ്ങൾ, 8-ാം അധ്യായം 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ ഇപ്രകാരം എഴുതുന്നു: എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നതോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമർ 8:38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ വിശദീകരിക്കുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷയുടെ ചൈതന്യത്തിലേക്ക്, യേശുവിനോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രത്യേകത ഇവിടെ സ്ലീഹ വിവരിക്കുന്നുണ്ട്. അടുത്തത് രക്ഷയുടെ സാർവത്രികമാനം. വിശ്വാസികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രത്യാശയും സൃഷ്ടിയുടെ ആത്യന്തിക പുനഃസ്ഥാപനത്തെയും വിവരിക്കുന്ന രക്ഷയുടെ സാർവത്രികമാനത്തെക്കുറിച്ച് റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട്. 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. വ്യക്തികളെ മാത്രമല്ല, മുഴുവൻ സൃഷ്ടിയെയും ബാധിക്കുന്ന രക്ഷയുടെ സമഗ്രഭാവത്തെ ഈ ദർശനം അടിവരയെ ഇടുന്നുണ്ട്. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും എന്ന് റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു. ഇത് രക്ഷയുടെ സാർവത്രികമാനം. ആരും രക്ഷയിൽ നിന്ന് അകലെയല്ല, ആരും രക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക. ഇതാണ് റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ ഒരു പ്രധാന ആശയം തന്നെ. അടുത്തത് വിശുദ്ധിക്കും രൂപാന്തരീകരണത്തിനുമുള്ള ആഹ്വാനവും റോമാക്കാർക്ക് ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക പ്രബോധനങ്ങളോടെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവസാനിക്കുന്നത്. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ മനപരിവർത്തനം, സ്നേഹം, സേവനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്. വിശ്വാസ സത്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രകടമാക്കാം, അല്ലെങ്കിൽ പ്രകടമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഭാഗത്ത് പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമർ 12:2. അപ്പം വിശുദ്ധി രൂപാന്തരീകരണത്തിൻ്റെ ഉള്ള ആ ഒരു ദൈവിക ദർശനം, ദൈവശാസ്ത്ര ദർശനം നമ്മൾ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ കാണുന്നുണ്ട്. ഇനി വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് സഭയിലെ യോജിപ്പ്. സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഏത് തരം പാരമ്പര്യത്തിൽ നിന്നോ ഏത് തരം പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ ആ വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയുടെ ഭാഗമാകുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, വ്യത്യസ്ത മാനദണ്ഡങ്ങളും മൂല്യങ്ങളുമുള്ള വ്യക്തികളാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സഭയിൽ യഹൂദനും വിജാതീയരും തമ്മിലുള്ള ബന്ധത്തെ ഉദാഹരണമാക്കി പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയിൽ അംഗങ്ങളായുള്ള യഹൂദരും വിജാതീയരും തമ്മിലുള്ള ബന്ധം പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: 2 വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവരും ദൈവമുമ്പാകെ തുല്യരുമാണെന്ന് സ്ലീഹ ഊന്നി പറയുന്നുണ്ട്. റോമർ 11:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 15:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൻ്റെ സാർവത്രിക സ്വഭാവത്തെയും സഭയിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെയും ഇതിലൂടെ പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്തും ഇതിൻ്റെ ആ ഒരു റെലവൻസ് നമുക്ക് വിസ്മരിച്ചുകൂടാ.
അടുത്തത് അധികാരികളോടുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അധികാരത്തിൻ്റെ കീഴിൽ ആയിരിക്കുമ്പോൾ ക്രൈസ്തവരുടെ മനോഭാവത്തെക്കുറിച്ചും റോമർക്കാർക്ക് എഴുതിയ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്ത്യാനികൾ നല്ല പൗരന്മാരായിരിക്കുകയും അധികാരത്തെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ഒരു വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് റോമാക്കാർക്ക് ഇത് ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വിശ്വാസ സാക്ഷ്യം നൽകുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായ ദൈവിക ദർശനങ്ങളിൽ ആഴപ്പെട്ട ഒരു ബൈബിൾ ഭാഗമാണ്, അല്ലെങ്കിൽ ആഴപ്പെട്ട ഒരു പുസ്തകമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനമെന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് സ്നേഹത്തിൻ്റെയും ആതിഥ്യമര്യാദയുടെയും പ്രാധാന്യം. ക്രിസ്തീയ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും ആതിഥ്യമര്യാദയുടെയും പ്രാധാന്യം പൗലോസ് ശ്ലീഹ ഊന്നി പറയുന്നു. സ്നേഹം യഥാർത്ഥമായിരിക്കണം, തിന്മയെ വെറുക്കുക, നന്മയെ മുറുകെ പിടിക്കുക, സഹോദര സ്നേഹത്തോടെ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനത്തിൽ പരസ്പരം മറികടക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഉറപ്പ്. ന്യായവിധിയെപ്പറ്റി കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്നു. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും പൗലോസ് ശ്ലീഹ നമ്മളെ മനസ്സിലാക്കി തരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലുടനീളം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആ ഒരു ഉറപ്പ്, അതായത് അത് കൃത്യമായിട്ടും സത്യമായിട്ടും നടന്നിരിക്കും എന്നതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരുടെയും പശ്ചാത്തലമോ പ്രവൃത്തികളോ പരിഗണിക്കാതെ ദൈവം എല്ലാവരെയും വിധിക്കും എന്ന് റോമർ 2:16, അതുപോലെ തന്നെ 3:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ദർശനം പൗലോസ് ശ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. അതിനാൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഒരു ദർശനം അടിവരയിടുന്നുണ്ട്. അടുത്തത് മഹത്വത്തിൻ്റെ പ്രത്യാശ. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവസാനിപ്പിക്കുന്നത് പ്രത്യാശയുടെയും മഹത്വത്തിൻ്റെയും ഒരു കുറിപ്പോടുകൂടിയാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വമായി താരതമ്യം ചെയ്യുവാൻ ഈ കാലത്തെ കഷ്ടപ്പാടുകൾ യോഗ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. റോമർ 8:18 നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോൾ കഷ്ടപ്പാട് സഹിച്ചില്ലെങ്കിലും ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ ആ ഒരു വീണ്ടെടുപ്പിൻ്റെ ഭാവി, ആ ഒരു ജീവിതത്തിനായുള്ള ക്രിസ്ത്യാനിയുടെ പ്രത്യാശയെ ഈ പ്രമേയം അടിവരയിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യ സ്വഭാവം, ദൈവിക രക്ഷ, ക്രിസ്തീയ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങളെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം കൈകാര്യം ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെയും ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെയും സമഗ്രമായ പര്യവേക്ഷണം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിനുടനീളം നമുക്ക് കാണാം. ഈ വിഷയങ്ങൾ നൂറ്റാണ്ടുകളായി സഭയുടെ ദൈവശാസ്ത്ര ദർശനത്തെയും ആധ്യാത്മികതയെയും ജീവിതശൈലിയെയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഒട്ടും അതിശയോക്തിയല്ല. അപ്പോൾ ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര പ്രബന്ധങ്ങൾ, അല്ലെങ്കിൽ പ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ ഇവയൊക്കെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ കൂടുതൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുവാനും സന്ദേശം മനസ്സിലാക്കുവാനും സഹായിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ, നീതി, ദിക്കൈസനെ, ദൈവത്തിരുമുമ്പാകെ ഉള്ള ഒരു വ്യക്തിയുടെ നീതി, അത് 1:17, 3:21 മുതൽ 26 വരെ 5:17 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. പിന്നീട് പിസ്തിസ് അല്ലെങ്കിൽ ഫെയ്ത്ത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധത, ഇതിനെയൊക്കെയാണ് പിസ്തിസ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസസ് 1:17, 4, 3 മുതൽ 5 വരെ, 10, 9 മുതൽ 10 വരെ. അടുത്തത് കാരിസ് അല്ലെങ്കിൽ കൃപ, ദൈവത്തിൻ്റെ സൗജന്യവും നമുക്ക് അർഹതയില്ലെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന അവിടുത്തെ പ്രീതി, അതിനെപ്പറ്റിയാണ് കാരിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3:24, 5:2, 6:14 എന്ന വാക്യങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നോമോസ് അല്ലെങ്കിൽ ലോ, അത് മോശയുടെ ന്യായപ്രമാണം ത്തെപ്പറ്റി പറയുന്നു. അത് പാപത്തെ വെളിപ്പെടുത്തുന്നു, പക്ഷേ രക്ഷിക്കാൻ കഴിയുന്നില്ല. പാപത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ അതിന് കഴിഞ്ഞെന്നിരിക്കാം. ഇത് 2:12 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, 3:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. പിന്നീട് ഹമാർത്തിയ, പാപം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി ദൈവിക തലത്തിലേക്ക് ഉയരാത്തതാണ് പാപമായിട്ട് പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. അത് നമ്മളെ ഭരിക്കുന്ന ഒരു ശക്തിയായിട്ടും പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നു. 3:9, 5:12, 6:23. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിക്കായിയോസിസ്,
ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം. ഒരു പാപിയെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ നിയമപരമായ ഒരു നടപടി, അവിടെ ഒരു ന്യായാധിപനെ പോലെ ദൈവം പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. 3:24, 4:25, 5:1 വാക്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ നമ്മൾ വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ, ഹഗൈസ്മോസ്, അത് ഒരാളെ വിശുദ്ധമാക്കുന്ന പ്രക്രിയയെ പറ്റി പറയുന്നു 6, 19, 22 വാക്യങ്ങളിൽ. അതുപോലെ തന്നെ റിഡംഷൻ എന്ന വാക്കും പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോളിത്രോസിസ്, അത് ഒരു വ്യക്തി അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ്, ലിബറേഷൻ ത്രൂ പേയ്മെൻറ്റ് ആൻഡ് സാക്രിഫൈസ്. അത് ക്രിസ്തുവിൻ്റെ സാക്രിഫൈസ് കൊണ്ടാണ് നമുക്കത് കിട്ടിയതെന്ന് പൗലോസ് വ്യക്തമാക്കുന്നത്. 3:24, 8:23. പിന്നെ നമ്മൾ കാണുന്ന പ്രായശ്ചിത്തം, പ്രൊപ്പീഷിയേഷൻ, ഹിലാസ്തേരിയോൺ എന്ന ഗ്രീക്ക് വാക്കാണത് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം നമ്മളുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് സംഭവിക്കുന്നു, നമുക്ക് ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തി രക്ഷ നൽകുന്നു. 3:25. അതുപോലെ തന്നെ ന്യൂമ എന്ന വാക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന വാക്ക്, ജീവനും സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന വാക്ക് ന്യൂമ, ഇതും ഈ ലേഖനത്തിൽ വരുന്നുണ്ട്. 8:1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് ഡോക്സ, ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം എന്ന ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്കുള്ള ആന്തരികമായ രൂപാന്തരീകരണം എന്നാണ് പൗലോസ് ഇതിന് പറയുന്നത്. 8:18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ചില പ്രത്യേക ഗ്രീക്ക് പദങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേകമായ ദൈവിക ദർശനങ്ങളും വിശ്വാസ സത്യങ്ങളും ഉൾക്കൊള്ളുന്ന ചില പദങ്ങൾ. ഇനി അതുപോലെ തന്നെ റോമാക്കാർക്ക് ലേഖനത്തിൽ കൈകാര്യം ചെയ്യുന്ന ദൈവവിജ്ഞാനിയും അല്ലെങ്കിൽ ദൈവശാസ്ത്രം നമ്മൾ ഓർക്കുക. സോറ്റീരിയോളജി, രക്ഷയുടെ ദൈവശാസ്ത്രം. രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, നിയമത്തിലൂടെയല്ല, പിന്നെയോ വിശ്വാസത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത് അല്ലെങ്കിൽ നീതീകരണം ലഭിക്കുന്നത്. പിന്നെ ഹമാർത്തിയോളജി, അതായത് പാപത്തിനെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ സിദ്ധാന്തം. പാപം സാർവത്രികവും അടിമത്തിലേക്ക് നയിക്കുന്നു, മരണത്തിൽ കലാശിക്കുന്നു. ആദാമിൻ്റെ പാപം എല്ലാവരെയും ബാധിപ്പിച്ചു, ഉത്ഭവപാപം. ക്രിസ്തുവിൻ്റെ അനുസരണം ജീവൻ നൽകുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വിജ്ഞാനീയം. ആത്മാവ് ജീവൻ നൽകുന്നു, ദത്തെടുക്കുന്നു, ഉറപ്പ് എന്നിവ നൽകുന്നു, വിശ്വാസികളെ വിശുദ്ധിയിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്നു. അടുത്തത് സഭാവിജ്ഞാനീയം, എക്ലീസിയോളജി. ക്രിസ്തുവിൻ്റെ ശരീരമായ ഒരു ശരീരത്തിൽ യഹൂദനും വിജാതീയനും എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ദാനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യത്തിലുള്ള ഐക്യവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, സഭാവിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്തിൽ കാണാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുഗാന്തര കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്ന വിശ്വാസ സത്യം, എസ്കത്തോളജി. ഭാവി മഹത്വം ഉറപ്പു നൽകുന്നു, ഇസ്രായേലിനുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്രയും ദൈവശാസ്ത്രപരമായ ദർശനങ്ങൾ കൂടി ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ദൈവവിജ്ഞാനീയം ഈ ലേഖനം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ ആ ഒരു മഹത്വവും അതിൻ്റെ ഒരു വലിയ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയും ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം നമ്മളെ കൂടുതൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് പൗലോസ് കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്തകളാണ്. ഈ ലേഖനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ കോറിന്തോസ് എന്ന നഗരത്തെക്കുറിച്ചും അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോറിന്തോസിലെ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലേഖനം എഴുതപ്പെട്ടതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ഉദ്ദേശം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഈ അടിസ്ഥാനപരമായി പൗലോസ് കോറിന്തോസുകാർക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 2 ലേഖനങ്ങളും പൗലോസ് തന്നെയാണ് എഴുതിയത് എന്നതിനെക്കുറിച്ച് ആർക്കും ഇപ്പോൾ തർക്കമില്ല. ആ 2 ലേഖനങ്ങൾ എഴുതിയ ഏകദേശ കാലഘട്ടവും അറിയുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഗ്രീസിലെ ഒരു പ്രമുഖ തുറമുഖ പട്ടണമാണ് കോറിന്തോസ്. പൗലോസ് തൻ്റെ 2ാമത്തെ പ്രേക്ഷിത യാത്രയിൽ ഈ പട്ടണം സന്ദർശിക്കുകയും ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് 18 മാസം അവിടെ ചിലവഴിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7 മുതൽ 11 വരെ വാക്യങ്ങൾ ഇത് നമുക്ക് കാണാം. പൗലോസിൻ്റെ കാലത്ത് കോറിന്തോസ് വാണിജ്യത്തിനും കടൽ യാത്ര ഒരു തുറമുഖ നഗരമായിരുന്നു, ഒരു സമ്പന്ന കേന്ദ്രമായിരുന്നു. ഈ ഗ്രീക്ക് കോറിന്തോസ് അതേ സമയത്ത് തന്നെ അല്പം കുപ്രസിദ്ധി നേടിയ ഒരു നഗരവുമായിരുന്നു. കാരണം ദുഷ്പ്രവൃത്തികളും അനാശാസ്യ പ്രവർത്തനങ്ങളും
നിരവധി മതപരമായ ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള അനാചാരങ്ങൾക്കും പേര് കേട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു കോറിന്തോസ്. കാരണം തുറമുഖ നഗരത്തിൻ്റെതായ എല്ലാവിധമായ ബലഹീനതകളും ഈ പട്ടണത്തിനുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ നഗരം ഒരു പ്രശസ്ത കായിക കേന്ദ്രം കൂടിയായിരുന്നു. ഒളിമ്പിക്സ് പോലെയുള്ള എല്ലാ വസന്തകാലത്തും ആഘോഷിക്കപ്പെടുന്ന ഇസ്തമീയൻ മത്സരങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇതിനു വേണ്ടി ഗ്രീസിലെയും റോമൻ സാമ്രാജ്യത്തിലെയും പല കായിക താരങ്ങളും പങ്കെടുക്കുവാൻ വേണ്ടി കോറിന്തോസിലേക്ക് ഒഴുകിയെത്തി. അതിലൂടെ തന്നെ ഒരു ധാർമ്മികമായ അപചയം ഈ ഒരു കേന്ദ്രത്തിനുണ്ടായി എന്ന്, ഈ ഒരു നഗരത്തിനുണ്ടായി എന്നും പറയുന്നു. ഇനി പൗലോസ് ലീഹായും കോറിന്തോസുകാരും തമ്മിലുള്ള ബന്ധം. കോറിന്തോസിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ താഴെക്കിടയിൽ നിന്നുള്ള ഗ്രീക്കുകാരും റോമാക്കാരും ആയിരുന്നു. കുറച്ച് പേര് യഹൂദരിൽ നിന്നും വന്നിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 1 കോറിന്തോസ് 1:26 മുതൽ 29 വാക്യങ്ങൾ ഇത് വെളിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 1 കോറിന്തോസ് 1:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടുത്തെ സഭ പ്രത്യേകിച്ച് വിജാതീയരല്ലായിരുന്നുവെങ്കിലും അവരുടെ മുൻകാല വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിലും 1 കോറിന്തോസ് 6:10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 8, 7, 12, 2. അതുപോലെ തന്നെ ക്ഷേത്ര വിരുന്നുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ പശ്ചാത്തലം. ഇവർ ക്ഷേത്ര വിരുന്നുകളിൽ പണ്ട് അവർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലം 1 കോറിന്തോസ് 8:1 മുതൽ 11:1 വരെയുള്ള വേദഭാഗത്ത് നമ്മളിത് കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഇവർ വിജാതീയരല്ലെങ്കിലും വിജാതീയരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്രിസ്ത്യാനികളായ ഗ്രീക്കുകാരും റോമക്കാരും അതുപോലെ തന്നെ തങ്ങളുടെ തർക്കങ്ങളുടെ ഭാഗമായി സാധാരണ കോടതികളിലേക്കൊക്കെ പോകുന്നത് ഒരു ശീലമായിരുന്നു. അതേസമയം യഹൂദർക്ക് അങ്ങനെ ചെയ്യുവാൻ വിലക്കുണ്ടായിരുന്നു. അവരുടെ മതപരമായിട്ടുള്ള പഴയ പാരമ്പര്യം അവരെ അതിലേക്ക്, അല്ലെങ്കിൽ യഹൂദരായ ക്രിസ്ത്യാനികൾ അതിന് മുതിർന്നില്ല. ഇത് നമുക്ക് കോറിന്തോസുകാർക്ക് 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം ഇതാണ്. അതുപോലെ തന്നെ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ വിവാഹത്തോടുള്ള മനോഭാവങ്ങളും ഒരു വിജാതീയ പശ്ചാത്തലവുമായിട്ട് യോജിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് കോറിന്തോസിലെ സഭയുടെ രീതികളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ കോറിന്തോസുകാർക്ക് ഇത് 1-ാം ലേഖനത്തിൻ്റെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ അരൂപിയുടെ നിറവ്, അറിവിൻ്റെ തിളക്കം, വരദാനങ്ങളുടെ മിഴിവ് തുടങ്ങി നിരവധി ദൈവിക സിദ്ധികളുള്ള വിശ്വാസികൾ കോറിന്തോസിലെ സഭാസമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കോറിന്തോസുകാർക്ക് ഇത് 1-ാം ലേഖനം 12, 13 വാക്യങ്ങളൊക്കെ നമ്മൾ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇവരോടൊപ്പം സഭാസമൂഹത്തെ കാർന്നു തിന്നുന്ന നിരവധി തിന്മകളും കാലക്രമേണ പല രീതിയിൽ ഇവിടെ കടന്നുകൂടി. ലൗകിക വിജ്ഞാനത്തിന് വേണ്ടി മാത്രമുള്ള അന്വേഷണം, പ്രസംഗകലയിലേക്കുള്ള അമിതമായ ആസക്തി, അധികാരമോഹം, ധാർമ്മിക അരാജകത്വം, അതുപോലെ തന്നെ വിഭാഗീയത, ചില നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പിസം, വിഭാഗീയത തുടങ്ങിയ ഇവയിൽ ചിലതാണ്. കോറിന്തോസിലെ സഭ സാധാരണയായിട്ട് കൂടിക്കൊണ്ടിരുന്നത് അംഗങ്ങളുടെ വീടുകളിൽ ചെറിയ ചെറിയ സംഘങ്ങളായിട്ടായിരുന്നു. 1 കോറിന്തോസ് 16:19, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16:5, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4:15, ഫിലോമോൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് വന്ന സ്പ്ലിൻറ്റർ ഗ്രൂപ്പ്, അതിൽ നിന്ന് പൊട്ടിമുറപ്പിച്ച ഒരു ചെറിയ മതവിഭാഗമായിട്ടേ മറ്റുള്ളവർ അല്ലെങ്കിൽ അധികാരികളൊക്കെ ഈ ക്രിസ്ത്യാനികളെ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥലത്ത്, പൊതുവിൽ ഒരു പൊതുസ്ഥലത്ത് ഒത്തുകൂടാനുള്ള സാധ്യതയില്ലായിരുന്നു. അല്ലെങ്കിൽ സിനഗോഗിൽ നിന്ന് അവരെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 23-ാം വാക്യം. ഇതായിരുന്നു സഭയുടെ ഒരു പശ്ചാത്തലം. ഇനി കോറിന്തോസിലെ സഭയ്ക്കുള്ള പൗലോസ് ലീഹയുടെ കത്തുകൾ. കോറിന്തോസ് വിട്ടുപോയെങ്കിലും ആ സഭയുമായുള്ള ബന്ധം പൗലോസ് ലീഹ ഉപേക്ഷിച്ചില്ല. വ്യക്തികളിലൂടെയും കത്തുകളിലൂടെയും കോറിന്തോസിലെ സഭയെക്കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഇവയ്ക്കുള്ള മറുപടികൾ പൗലോസ് ലീഹ യഥാകാലം നൽകിയിരുന്നതായിട്ടും ഉള്ള സൂചനകൾ നമുക്ക് പൗലോസ് ലീഹയുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കത്തുകളിൽ നമുക്ക് ലഭിക്കും. 1 കോറിന്തോസ് 5, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കോറിന്തോസിലെ സഭയ്ക്കും ഈ പ്രധാനപ്പെട്ട റോമൻ നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള അക്കായ എന്ന ആ ഒരു പ്രദേശത്തെ സഭകൾക്കും പൗലോസ് എഴുതിയ 4 അതിലധികമോ കത്തുകളിൽ 2 എണ്ണമെങ്കിലും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അവയാണ് 1ഉം 2ഉം കോറിന്തോസ് എന്ന് പറയുന്ന പൗലോസിലെ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവുമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കത്തുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ലഭ്യമല്ല എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്.
ഈ കത്തുകളെക്കുറിച്ചുള്ള സൂചനകൾ പക്ഷേ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കൊറിന്തോസുകാർക്ക് ഇത് 1-ാം ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 കൊറിന്തോസ് 1:2, 2 കൊറിന്തോസ് 1:1, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16:1. അതുപോലെ തന്നെ കോറിന്തോസിലെ സഭയുടെ പിതാവെന്ന നിലയിൽ പൗലോസ് ശ്ലീഹ ഈ സഭയുമായിട്ട് വളരെ അഭേദ്യമായ, വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അവകാശം സ്ഥാപിച്ചിരുന്നു. 1 കൊറിന്തോസ് 4:14 മുതൽ 15 വരെ, 2 കൊറിന്തോസ് 10:13 മുതൽ 14 വരെ. പൗലോസിന് കോറിന്തോസിലെ സഭയുടെ ചരിത്രം, അതിൻ്റെ പ്രത്യേക സ്വഭാവം, അവിടെയുള്ള പ്രശ്നങ്ങൾ എന്നിവ നന്നായി അറിയാമായിരുന്നു. സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പൗലോസ് ശ്ലീഹ തൻ്റെ ദൈവശാസ്ത്ര ബോധ്യങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ ക്രിസ്തു ദർശനവും യുഗാന്ത ശാസ്ത്രവും എങ്ങനെ പ്രായോഗികമായി ഉപയോഗിച്ചു എന്നതിൻ്റെ പൗലോസ് ശ്ലീഹയുടെ പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങളിലെ ഏറ്റവും നല്ല ഉദാഹരണം ഈ 2 ലേഖനങ്ങളിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ പൗലോസ് ശ്ലീഹായുടെ എതിരാളികളെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. അതായത് ചില വ്യാജ പ്രവാചകന്മാരോ വ്യാജ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ വ്യാജ നേതാക്കളോ ആയിട്ട് കൊറിന്തോസിലെ സഭയെ സ്വാധീനിച്ച വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. 2:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 11:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 5 മുതൽ 8, 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മളിത് കാണുന്നു. ഇവരുടെ വരവോടുകൂടി പിന്നീട് കൊറിന്തോസിലുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം പൗലോസിൻ്റെ മറ്റ് കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ നമ്മൾ ഒരു പ്രത്യേകത കൂടെ കാണുന്നു. ഇവിടെ അപ്പസ്തോലൻ എന്ന തൻ്റെ പദവിയെ സാധൂകരിക്കാനുള്ള ഒരു പരിശ്രമം പൗലോസ് ശ്ലീഹ നടത്തുന്നുണ്ട്. അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന പദവി മാത്രമല്ല, അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷത്തെക്കുറിച്ചുള്ള വെല്ലുവിളികളും സംശയങ്ങളും അല്ലെങ്കിൽ അതിന് ആധികാരികത ഇല്ലെന്നുള്ള ചില പറച്ചിലുമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ 2-ാം ലേഖനത്തിൽ ആ കാര്യങ്ങളും പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്, ഈ 2 കത്തുകളിലും ജെറുസലേമിലുള്ള പീഡിക്കപ്പെടുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട സഭയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്കായുള്ള ധനശേഖരണത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ടത് ആവശ്യം. 1 കൊറിന്തോസ് 16, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 2 കൊറിന്തോസ് 8, 9 അധ്യായങ്ങൾ നമ്മളത് കാണുന്നു. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ മറ്റേതൊരു കത്തുകളെക്കാളും കോറിന്തോസിലെ സഭയുടെ അല്ലെങ്കിൽ കോറിന്തോസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സാമൂഹ്യശാസ്ത്ര സവിശേഷതകളും ആ പ്രദേശത്തിൻ്റെ മതപരവും ദാർശനികവുമായ കാഴ്ചപ്പാടുകളും കോറിന്തോസുകാർക്ക് എഴുതിയ ഈ 2 ലേഖനങ്ങളുടെ വ്യാഖ്യാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലേഖനങ്ങളുടെ പശ്ചാത്തലമായിട്ട് നാം അതിനെ കാണണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കണം ഈ 2 ലേഖനങ്ങളെയും സമീപിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദുർവ്യാഖ്യാനങ്ങളിലേക്കോ തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കോ ധാരണകളിലേക്കോ ഈ ലേഖനങ്ങൾ വായിക്കുന്നത് വഴി എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കോറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനങ്ങളും പൗലോസ് തൻ്റെ 3-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ എഴുതിയെന്നാണ് അനുമാനിക്കുന്നത്. ഇപ്പോൾ 3-ാമത്തെ പ്രേക്ഷിത യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം AD 54-58 ഇടയിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1-ാം ലേഖനം എഫേസോസിൽ വെച്ച് AD 54-55 ഇടയ്ക്ക് എഴുതപ്പെട്ടു എന്നാണ് കരുതുന്നത്. അതിൻ്റെ ഒരു സൂചന കൊറിന്തോസുകാർക്ക് 1-ാം ലേഖനം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ 2-ാം ലേഖനം മക്കദോനിയയിൽ വെച്ച് 1-ാം ലേഖനം എഴുതിയതിന് 1 വർഷത്തിനിടയിൽ 1 വർഷത്തിന് ഉള്ളിൽ തന്നെ രചിക്കപ്പെട്ടു എന്നാണ് പണ്ഡിതമതം. അത് AD 56-57 ഇടയ്ക്ക് ഉണ്ടാകും എന്ന് കരുതുന്നു. ഇവ കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മറ്റ് ചില ലേഖനങ്ങളിൽ കൂടി പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭാ സമൂഹത്തിന് അയച്ചു കൊടുത്തതായിട്ട് സൂചനകളുണ്ട്. അത് ഈ നമ്മളുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ 2 ലേഖനങ്ങളിൽ നമുക്ക് ആ സൂചന ലഭിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 5:9, 2 കൊറിന്തോസ് 2:4. പക്ഷേ ഈ കത്തുകൾ ലഭ്യമല്ല. ചില പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഈ കത്തുകളിൽ ആ കത്തുകളുടെ ചില ഭാഗങ്ങളിൽ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ആ കത്ത് ലഭ്യമല്ല എന്നുള്ള ഒരു രീതിയിൽ ആയിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മളുടെ പഠനത്തെ സഹായിക്കുന്നത്. ഇനി കൊറിന്തോസുകാർക്ക് എഴുതിയ ഈ ലേഖനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ കോറിന്തോസിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് തന്നെ കോറിന്തോസുകാർക്ക് ഈ ലേഖനത്തിൽ ചില ഇഷ്യൂസ് പൗലോസ് ശ്ലീഹ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പൗലോസ് ശ്ലീഹ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? നമുക്കറിയാം, കോറിന്തോസ് സഭയിലെ പ്രശ്നങ്ങളുടെ ഉറവിടം
വ്യാജ പ്രവാചകന്മാരിലൂടെയോ വ്യാജ അപ്പോസ്തലന്മാരിലൂടെയോ കോറിന്തോസുകാരെ സ്വാധീനിച്ച 2 കോറിന്തോസ് 11, 12 മുതൽ 14, 2 കോറിന്തോസ് 2, 5 മുതൽ 8, 11, 13 വാക്യങ്ങളിൽ അങ്ങനെ ഇവരെ സ്വാധീനിച്ച ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ റോമൻ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉറവിടമെന്ന് പറയുന്നത്. പ്രധാന പ്രശ്നം ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ, ന്യൂമാറ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്ക് എന്നതിൻ്റെ ആ ഒരു പ്രത്യേക തലമാണ്. 1 കോറിന്തോസ് അല്ലെങ്കിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ മാത്രം 14 തവണ ന്യൂമാറ്റിക്കോസ് എന്ന ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ, തർക്കം ഇല്ലാത്ത ലേഖനങ്ങളിൽ നമ്മൾ അത് 4 പ്രാവശ്യമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ പോലും കോറിന്തോസുകാർ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭൗമികത അല്ലെങ്കിൽ ഭൗതികതയും ആത്മീയതയും എന്ന ഹെലനിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് തത്വചിന്തയുടെ ഭാഗമാകുക ഡ്യുവലിസം, ദ്വന്ദ്വവാദം മുറുകെ പിടിച്ചു. അത് ആത്മീയ അസ്തിത്വത്തിൻ്റെയും ഉയർന്ന അറിവിനും ജ്ഞാനത്തിനും വേണ്ടി ഭൗതിക ലോകത്തെ പുച്ഛിക്കുന്നതിൽ വരെ അവരെ എത്തിച്ചു. അതായത് എനിക്ക് ആത്മീയമായ ഔന്നത്യം നേടണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായ ഒരു പ്രത്യേക തലത്തിൽ എത്തിയ ഒരു വ്യക്തിയാകണമെങ്കിൽ ഞാൻ വിജ്ഞാനം അല്ലെങ്കിൽ ഉയർന്ന അറിവ്, ഇതാണ് ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തയിൽ പെടുന്ന ഒരു ദർശനമാണ്. പക്ഷെ ഇവിടെ അത് ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ഈ ജ്ഞാനവാദത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ കൊറിന്തോസിലെ സഭയിൽ അത് വരുന്നില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ സ്വാധീനം ഉണ്ടായിരിക്കാം. കാരണം അല്ലെങ്കിൽ അത്രമാത്രം അങ്ങ് വളർന്ന ഒരു ജ്ഞാനവാദം ഇവിടെ കാണുന്നില്ല. പ്രീ ഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ശൈലി ഇവിടെ കാണാം. കാരണം ജ്ഞാനത്തിന് പ്രാധാന്യം, കർമ്മമാർഗം ഭക്തിമാർഗം എന്ന് പറയുന്ന പോലെ ജ്ഞാനമാർഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജ്ഞാനം നേടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചില ജ്ഞാനത്തിൻ്റെ അനുഭവങ്ങൾ നേടിയാൽ മാത്രമേ എനിക്ക് വളരാൻ കഴിയും. ഇതെല്ലാം സുവിശേഷ പ്രഘോഷണത്തിൽ പൗലോസ്ലീഹ പറയുന്നതായ വ്യാജ പ്രവാചകന്മാർ, വ്യാജ അപ്പോസ്തലന്മാർ കാരണമാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഈ ഡ്യുവലിസത്തിൻ്റെയും പ്രീ ഗ്നോസ്റ്റിസത്തിൻ്റെയും സ്വാധീനത്തിൽ കോറിന്തോസുകാർ ബൗദ്ധിക ഔദ്ധ്യത്തിന് ഇരയായി. അല്ലെങ്കിൽ ഉയർന്ന ബുദ്ധി വേണം എന്നുള്ള അറിവ് വേണം. ആത്മീയ അനുഭവങ്ങൾക്കും ഇവർ മൂല്യം നൽകി. 1 കോറിന്തോസ് 1:5, 8:1, 7, 10, 11, 12:8, 13:2 എന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? സ്വയം പുകഴ്ത്തൽ, വൻപ് പറച്ചിലിൻ്റെയും മാത്സര്യത്തിൻ്റെയും ഒരു മനോഭാവം അവരിലുണ്ടായി. ഇത് അവരിൽ സാംസ്കാരിക അഹംഭാവവും സോഫിസ്റ്റിക് അല്ലെങ്കിൽ പ്രീച്ചേഴ്സ്, പ്രസംഗകരായിട്ടുള്ള വ്യക്തികളിൽ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ വാക്ചാതുര്യം അല്ലെങ്കിൽ പ്രസംഗ പാഠവും, ഇതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നല്ലൊരു അപ്പോസ്തലൻ അല്ലെങ്കിൽ നല്ലൊരു സുവിശേഷ പ്രഘോഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രസംഗകനായിരിക്കണം, അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ള വ്യക്തിയായിരിക്കണം, എന്നാലേ ഇവർ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ റെറ്റോറിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഇവരെ എത്തിച്ചു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്ചാതുര്യത്തിൻ്റെ ശക്തി, ശൈലി, ഗുണം എന്നിവയോടുള്ള ഒരു അന്ധമായ ആരാധന, സുവിശേഷത്തെ അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്തെ കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു ആരാധന അവർക്ക് ഉണ്ടായി. ഇത് പൗലോസ്ലീഹയുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇത് പൗലോസ്ലീഹ ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വാക്ചാതുര്യത്തിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയായ ആ ഒരു ശക്തി, ഡ്യുനാമി ശക്തിയിലൂടെയാണ് നിങ്ങളുടെ വിശ്വാസം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് പോയി. 1 കോറിന്തോസ് 5, 1 മുതൽ 6:20 വരെ ഈ കാര്യങ്ങളെ പറ്റി പറയുന്നു. പിന്നെ മറ്റൊരു തലത്തിലേക്ക്, അനാവശ്യമായ ഒരു ആത്മീയതയിലേക്ക് ഇവർ പോകുമ്പോൾ ഇവർ സംഭവിച്ചത്, ഇവർ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സന്യാസം, മൊണാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ പോകുന്നാൽ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൊണാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതശൈലി, ഇത് പ്രീ ഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കൊറിന്തോസുകാർക്ക് 1-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മളിത് കാണുന്നു. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമായി ഈ ഡ്യുവലിസം അല്ലെങ്കിൽ ദ്വന്ദ്വവാദം അനുസരിച്ച് പുനരുത്ഥാനത്തെ അമിതമായി ആത്മീയവൽക്കരിക്കുന്ന ഒരു മനോഭാവത്തിനും അവരെ ഇത് ഇടയാക്കി. 1 കോറിന്തോസ് 4:8-15 വാക്യം.
അതിനാൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ സ്വർഗീയ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഒരുവൻ പങ്കാളികളാകുന്നത് ഒരുവൻ്റെ വർത്തമാനകാല ജീവിതം അനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവനെ കാണുമ്പോൾ അറിയാം ഇവൻ രക്ഷ പ്രാപിക്കുമോ എന്നുള്ള ആ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴിവന് ഉന്നതമായ അറിവ് വിജ്ഞാനമൊക്കെ ഉണ്ടോ എങ്കിൽ മാത്രമേ ഇവൻ രക്ഷ പ്രാപിക്കൂ എന്നുള്ളത് ഇതിനെ പൗലോസ് കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനം 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ വളരെ നിശ്ചിതമായിട്ട് കണ്ണിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊരു തിരിച്ചറിവിൽ പൗലോസ് ലീഹ എന്ത് ചെയ്യുന്നു? യുഗാന്ത ശാസ്ത്രം, കൊറിന്തോസുകാരുടെ ആത്മീയ അറിവ്, അവർക്ക് കിട്ടിയിരിക്കുന്ന വരദാനങ്ങൾ, അവരുടെ മതപരമായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അന്യഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ്, അവരുടെ വിലയിരുത്തലിനെ അങ്ങ് വളരെയായിട്ട് ഊതിപ്പെരുപ്പിക്കുന്നു എന്ന് പൗലോസ് ലീഹ അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതായത് ഇങ്ങനെയുള്ളവരുടെ കൂട്ടായ്മ എന്ന് പറയുന്ന അത് മാലാഖമാരുടെ അസ്തിത്വം പങ്ക് ചേരുന്നത് പോലെയാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ ഒരു പദ്യം അവിടെ വെക്കുന്നത്. അതുപോലെ 14-ാം അധ്യായം 37-ാം വാക്യത്തിലൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്ന്, അതായത് തെറ്റായ ചില ധാരണകളിൽ നിന്ന് കൊറിന്തോസിലെ സഭയെ ശരിയായ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ് ലീഹ പരിശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരു പശ്ചാത്തലം സഭയിൽ എന്ത് സംഭവിച്ചു? ഇത് സഭയിൽ കൂടുതൽ അനൈക്യത്തിനും പ്രശസ്തിക്ക് വേണ്ടിയുള്ള അമിതാവേശത്തിനും കാരണമായി. അതുപോലെ പൗലോസിൻ്റെ അപ്പൊസ്തോലൻ എന്ന സ്ഥാനത്തെയും അദ്ദേഹം പ്രസംഗിച്ച ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം അതിൻ്റെ സാധ്യതയും നിരസിക്കുന്നതിലേക്ക്, കാരണം എക്സൽറ്റഡ് ക്രൈസ്റ്റ്, നോട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, പിന്നെ എക്സൽറ്റഡ് ക്രൈസ്റ്റ്, അതായത് രാജകീയമായ അല്ലെങ്കിൽ മഹത്വപൂർണനായ കർത്താവിൻ്റെ ആ ഒരു ദർശനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിലേക്ക് കൊറിന്തോസിലെ സഭയെ നയിച്ചു. ഇതിന് മറുപടിയായിട്ട് പൗലോസ് ലീഹ പഴയ നിയമത്തിലേക്കും ക്രിസ്തു ദർശനത്തിലേക്കും മടങ്ങി വന്നുകൊണ്ട് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തൻ്റെ അപ്പോസ്തോലൻ എന്ന സ്ഥാനത്തെയും താൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ആവശ്യകതയും ലക്ഷ്യത്തെയും പ്രകടമാക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഈ 2 ലേഖനങ്ങളിലും നമുക്ക് ഇത് കാണുവാൻ കഴിയും. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ 2 ലേഖനങ്ങൾ 1-ഉം 2-ഉം കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളുടെ സന്ദർഭവും ഉദ്ദേശവും. നമുക്കറിയാം 18 മാസമാണ് പൗലോസ് ലീഹ കൊറിന്തോസിൽ താമസിച്ച് സുവിശേഷം പ്രഘോഷിച്ച് സഭയെ വളർത്തിയത്. കൊറിന്തോസിൽ പൗലോസ് ലീഹ സഭ സ്ഥാപിച്ച ശേഷവും പുതിയ സഭ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ വിശ്വാസികൾ നേരിടുന്ന ചില ധാർമ്മിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പൗലോസ് എഫേസോസിൽ നിന്ന് കൊറിന്തോസുകാർക്കൊരു കത്തെഴുതി എന്നാണ് പറയുന്നത്. ആ കത്ത് നമുക്കിപ്പോൾ ലഭ്യമല്ല. എന്നാൽ കൊറിന്തോസുകാർക്ക് പൗലോസിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. 1 കൊറിന്തോസ് 5, 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അത് മനസ്സിലാവും. കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി കൊറിന്തോസിലെ സഭ 1 കൊറിന്തോസ് 16, 15 മുതൽ 17 വരെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൂതന്മാരുടെ കൈകളിലൂടെ പൗലോസിന് ഈ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു കത്ത് അയച്ചു. ഈ കത്തിന് മറുപടിയായി പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അനുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ടതായ തത്വചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടും ദുർസ്വാധീനങ്ങളുടെ ഭാഗമായിട്ടും കൊറിന്തോസിലെ സഭാസമൂഹത്തിൽ ഉള്ള അന്തഛിദ്രങ്ങളെക്കുറിച്ച് ക്ലോവയുടെ ആൾക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊറിന്തോസുകാർക്ക് ഉപദേശം നൽകുവാനും പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് കത്തെഴുതി അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമല്ല പൗലോസ് ലീഹ അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള കത്ത് അടിസ്ഥാനപ്പെടുത്തി അവർക്ക് കത്തെഴുതി എന്നാണ് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്. അപ്പോൾ കൊറിന്തോസുകാരെ ക്രിസ്തുവിലുള്ള തൻ്റെ വഴികൾ 1 കൊറിന്തോസ് 4:17 ഓർമ്മപ്പെടുത്തുവാനും അവരെ വിശ്വാസത്തിൽ ജനിപ്പിച്ച പിതാവ് എന്ന രീതിയിൽ 1 കൊറിന്തോസ് 4:15 എന്ന നിലയിൽ തൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണെന്നും അത് അനുകരിക്കപ്പെടേണ്ടതാണെന്നും 1 കൊറിന്തോസ് 4:16, 11 അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് പൗലോസ് ലീഹ ഈ കത്തുകൾ എഴുതുന്നത്. അതിനാൽ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുടനീളം പൗലോസ് ലീഹയുടെ വാദങ്ങളുടെ ശ്രദ്ധ കൊറിന്തോസുകാരിലും അവരുടെ സഭാജീവിതത്തിലും അവരുടെ പെരുമാറ്റത്തിലും ആണ്. അപ്പോൾ അവരുടെ ആ പെരുമാറ്റത്തിനെ കുറിച്ച് ആധികാരികമായ വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കാനുള്ള പൗലോസ് ലീഹായുടെ ആ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക അധികാരം ഇപ്പോഴും കൊറിന്തോസിൽ നിലവിലുണ്ട് എന്നുള്ള അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
അതുകൊണ്ടാണ് 1 കോറിന്തോസിൽ പൗലോസ്ലീഹ എഴുതുന്ന ആ ഒരു ശൈലി അല്ല 2 കോറിന്തോസിൽ കാണുന്നത്. കാരണം 2 കോറിന്തോസ് ആകുമ്പോഴത്തേന് പൗലോസ്ലീഹയുടെ അപ്പസ്തോലത്വവും സുവിശേഷ പ്രഘോഷണത്തിന് സാധ്യതയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 1 കോറിന്തോസ് അതിനാൽ അഭിസംബോധന ചെയ്യുന്നത് സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ്. 2 കോറിന്തോസിനെ പോലെ അപ്പസ്തോലനും സഭയും തമ്മിലുള്ള സഭാമക്കളും തമ്മിലുള്ള സംഘർഷങ്ങളല്ല. കോറിന്തോസിൽ ഉയർന്നു വന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് കേട്ട് അതുപോലെ മറ്റ് റിപ്പോർട്ടുകളും കിട്ടിയതനുസരിച്ച് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പൗലോസ്ലീഹയുടെ ലക്ഷ്യം. 1 കോറിന്തോസ് 1:11, 5:1, 16, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എന്നിവ നമ്മൾ കാണുക. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഈ ലേഖനം 1-ാം ലേഖനം കോറിന്തോസുകാർക്ക് വളരെ പ്രയാസമുളവാക്കി. 1 കോറിന്തോസ് എഴുതിയ സമയത്ത് പെന്തിക്കോസ്തി വരെ എഫേസോസിൽ താമസിച്ച് മാസിഡോണിയ സന്ദർശിച്ച ശേഷം കോറിന്തോസിലേക്ക് മടങ്ങാൻ പൗലോസ്ലീഹ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ സഭാ സമൂഹത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. തൻ്റെ പേരിൽ കോറിന്തോസുകാരെ സന്ദർശിക്കുവാൻ വേണ്ടി തിമോത്തിയോസിനെ അയച്ചു. 1 കോറിന്തോസ് 16:10 മുതൽ 11, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:22. കോറിന്തോസിന് പുറത്തു നിന്നുള്ള പൗലോസ്ലീഹയുടെ എതിരാളികളുടെ വരവ് മൂലമാണ് പൗലോസിന് കോറിന്തോസിലെ ക്രിസ്ത്യാനികളിലും തമ്മിലുള്ള ഈ ഒരു സംഘർഷം രൂക്ഷമായെന്ന് തിമോത്തിയോസ് കണ്ടെത്തി. ഈ കാര്യങ്ങളിൽ പൗലോസിന് വളരെയധികം ദുഃഖമുണ്ടാകുകയും ഉടൻ തന്നെ കോറിന്തോസ് സന്ദർശിക്കുകയും ചെയ്തു. 2 കോറിന്തോസ് 1:23 മുതൽ 2:1 വരെ, 12:14, 13:1-2. പ്രസ്തുത സന്ദർശം പക്ഷേ ഉദ്ദേശിച്ച ഫലം ഉളവാക്കിയില്ലെന്ന് മാത്രമല്ല, അത് ഒരു വേദനാജനകമായ ഒരു സന്ദർശനമായി മാറി. അപ്പോൾ നമ്മൾ ഓർക്കുക, 1 കോറിന്തോസിനും 2 കോറിന്തോസിനും അല്ലെങ്കിൽ 1-ാം ലേഖനത്തിനും 2-ാം ലേഖനത്തിനും ഇടയിൽ കുറച്ചു കാലത്തേക്ക് പൗലോസ്ലീഹയുടെ എതിരാളികൾ അല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന വ്യാജപ്രവാചകന്മാർ, വ്യാജ അപ്പസ്തോലന്മാർ കോറിന്തോസിൽ വന്നതിൻ്റെ സ്വാധീനം കാരണം സഭ മുഴുവനായിട്ട് തന്നെ പൗലോസ്ലീഹായ്ക്കും പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷത്തിനും എതിരെ ഒരു തുറന്ന മത്സരത്തിലേക്ക് വന്നു. 2 കോറിന്തോസ് 11:4. പൗലോസിൻ്റെ സന്ദർശന സമയത്ത് ഇത് വളരെ ഒരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടാക്കി. പൗലോസ്ലീഹയുടെ അധികാരത്തെയും സുവിശേഷത്തെയും കോറിന്തോസിലുള്ള സഭ ശക്തമായി ചോദ്യം ചെയ്തു. അവരെ വിശ്വാസത്തിൽ ജനിപ്പിച്ച പിതാവിനെ അവർ ചോദ്യം ചെയ്തു. പൗലോസിനെ അതിൻ്റെ നേതാക്കളിൽ ഒരാൾ പരസ്യമായിട്ട് എതിർക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്ന് കോറിന്തോസുകാർക്ക് 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, 7-ാം അധ്യായം 8-ാം വാക്യം മുതൽ 13-ാം വാക്യം, 11-ാം അധ്യായം 4-ാം വാക്യമൊക്കെ കാണാൻ കഴിയും. കോറിന്തോസിലേക്ക് ഇനി അത്തരമൊരു വേദനാജനകമായ സന്ദർശനം നടത്തുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് എഫേസോസിലേക്ക് മടങ്ങിയ പൗലോസ് പരുഷമായ ഒരു കത്ത് 2 കോറിന്തോസ് 2:1 മുതൽ 2 ഒരു കത്ത് അയച്ചു. പക്ഷേ ഈ കത്ത് നമുക്ക് ലഭ്യമല്ല. എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം എന്നതുകൊണ്ട് നമുക്കറിയാനില്ല. പിന്നീട് പക്ഷേ ഈ കത്ത് അത് കാര്യം കൂടുതൽ വഷളാക്കി. പിന്നീട് അവരെ അനുനയിപ്പിക്കുവാനുള്ള, ആശ്വസിപ്പിക്കാനുള്ള ശ്രമമായിട്ട് ശാസനയും മുന്നറിയിപ്പും അടങ്ങിയ കണ്ണുനീർ നിറഞ്ഞ ഒരു കത്തുമായി പൗലോസ്ലീഹ തീത്തോസിനെ അവരുടെ അടുത്തിലേക്ക് അയച്ചു. 2 കോറിന്തോസ് 2:3 മുതൽ 9, 7, 8 മുതൽ 12 വാക്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. ഈ കണ്ണുനീർ നിറഞ്ഞ കത്തും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ 2 കത്തുകളിൽ പറ്റി ഇതിനകത്തിൽ ഈ ഇപ്പോഴുള്ള ലേഖനങ്ങളിൽ കാണുന്നെങ്കിലും ആ കത്തുകൾ ലഭ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ഈ ലേഖനത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് കിട്ടുവാൻ വേണ്ടി തീത്തോസ് മടങ്ങി വരുന്നതുവരെ പൗലോസ് കാത്തിരുന്നപ്പോൾ കൊറിന്തോസിലുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചില്ല എന്ന് 2 കോറിന്തോസ് 2:12 മുതൽ 13 വരെയുള്ള വാക്യം നമുക്ക് കാണാം. അങ്ങനെ പൗലോസ് ത്രേവോസിലേക്ക് പോയി അവിടെ വെച്ച് തീത്തോസിനെ കണ്ടുമുട്ടുകയും തൻ്റെ കണ്ണുനീർ നിറഞ്ഞ കത്ത് കോറിന്തോസിലെ ഭൂരിഭാഗത്തെയും തിരികെ നേടുവാൻ സഹായിച്ചു. സഭ വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചതിനാൽ ഇപ്പോൾ അവരെ വീണ്ടും സന്ദർശിക്കുവാൻ പൗലോസിന് കഴിയുന്ന ഒരു സാഹചര്യമായി എന്ന സന്തോഷ വാർത്ത തീത്തോസ് പൗലോസിനെ അറിയിച്ചു. 2 കോറിന്തോസ് 7 അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ സന്ദർഭത്തിൽ തൻ്റെ 3-ാമത്തെ സന്ദർശനം മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതുന്നത്. 2 കോറിന്തോസ് 2:3, 9, 5, 12-ാം അധ്യായം 20 മുതൽ 13-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. കോറിന്തോസ് സഭയിലെ ഭൂരിഭാഗവും പശ്ചാത്തപിച്ച പൗലോസിനെ അംഗീകരിച്ചു. എങ്കിലും ഒരു വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക അധികാരത്തെയും സുവിശേഷങ്ങളിലെയും എതിർത്തുകൊണ്ടിരുന്നു. അതിനാൽ ഒരു അപ്പസ്തോലൻ എന്ന നിലയിൽ തന്നെയും സുവിശേഷത്തെയും നിരസിക്കുന്നവരെ വിധിക്കുവാനുള്ള കോറിന്തോസിലേക്കുള്ള തൻ്റെ അടുത്ത സന്ദർശനത്തിനായി
അവിടുത്തെ സഭയെ തയ്യാറാക്കുക എന്നാണ് പൗലോസിൻ്റെ 2ാം ലേഖനത്തിൻ്റെ ലക്ഷ്യം. ഇതിൽ പൗലോസ് സഭയിലെ ഭൂരിപക്ഷത്തെയും ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം മാനസാന്തരപ്പെട്ടവരെ ശക്തിപ്പെടുത്തുന്നതിനും വിമതരായ ന്യൂനപക്ഷത്തെ തിരികെ നേടുന്നതിനുമായ തൻ്റെ അപ്പസ്തോലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് പൗലോസ് ലീഹ തൻ്റെ 2ാം ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനത്തിൽ അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസ് സ്വന്തം അധികാരത്തിൽ ആണ് ശ്രദ്ധ വയ്ക്കുന്നത്. മറ്റേത് സഭയിലും അവിടുത്തെ സമൂഹത്തിലും അവരുടെ ജീവിത പശ്ചാത്തലത്തിന് ശ്രദ്ധ വയ്ക്കുമ്പോൾ ഇവിടെ സ്വന്തം ആയിട്ടുള്ള തൻ്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹം ശ്രദ്ധ വയ്ക്കുന്നു. അപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങളെ വ്യക്തിപരമായ ജീവിതത്തെ ന്യായീകരിച്ച് കാണിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം. അതിനാൽ 1 കൊറിന്തോസ് എഴുതപ്പെട്ടത് പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിലായിരുന്നതിനെ മാറ്റുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ 1 കൊറിന്തോസിലെ പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിലായിരുന്നെങ്കിൽ 2 കൊറിന്തോസിൽ പരിഹരിക്കപ്പെടേണ്ട കേന്ദ്ര പ്രശ്നം ഒരു അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസിൻ്റെ അധികാരവും നിയമസാധുതയുമാണ്. ഇനി നമ്മൾ പൗലോസ് ലീഹായുടെ ഈ 2 ലേഖനങ്ങളുടെയും ഉള്ളടക്കവും ഘടനയും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പൗലോസ് ലീഹായുടെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കവും ഘടനയും മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ദർശനവും ഇതിൻ്റെ സന്ദേശവും മനസ്സിലാക്കുവാൻ നമ്മളെ കൂടുതൽ സഹായിക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1ാം ലേഖനത്തിൻ്റെ ഘടന, അതിൻ്റെ ആമുഖം, സാധാരണ കത്തുകളിലുള്ളതുപോലെ ആമുഖം, അഭിസംബോധനയും ആശംസയും നന്ദി പ്രകടനവും ഉൾക്കൊള്ളുന്ന ആമുഖം, 1ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 1ാം ഭാഗം സഭയിലെ അപാകതകൾ, ക്രമക്കേടുകൾ എന്നിവയെ പറ്റിയുള്ള ആ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അതിനെ ആദ്യം അപലപിക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ള ഉപദേശം നൽകുന്നു. അത് 1ാം അധ്യായം 10 മുതൽ 6ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ കൊറിന്തോസ് സമൂഹത്തിലെ വിഭാഗീയതയെപ്പറ്റി 1ാം അധ്യായം 10 മുതൽ 4ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ധാർമ്മിക അപജയങ്ങളെപ്പറ്റി 5ാം അധ്യായം 1 മുതൽ 6ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. പിന്നെയും 2ാം ഭാഗം, കൊറിന്തോസുകാർക്ക് 1ാം ലേഖനത്തിൻ്റെ 2ാം ഭാഗത്തിൽ പൗലോസ് ലീഹ കൊറിന്തോസുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് 7ാം അധ്യായം 1 മുതൽ 11ാം അധ്യായം 34 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. 7ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വിവാഹവും കന്യത്വവും തമ്മിലുള്ള ചോദ്യങ്ങളുടെ മറുപടി. 8ാം അധ്യായം 1ാം വാക്യം മുതൽ 11ാം അധ്യായം 1ാം വാക്യം വരെ വിഗ്രഹ ആരാധനയെക്കുറിച്ചും വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നമുക്ക് കാണുന്നു. ഇതിനകത്തിൽ നമ്മൾ കാണുന്നത് 8ാം അധ്യായം 1 മുതൽ 10ാം അധ്യായം 13 വരെയുള്ള സൈദ്ധാന്തിക വശം, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക വശവും അതിൻ്റെ പ്രായോഗിക വശം 10ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുകയും പിന്നെ അതിൻ്റെ ഉപസംഹാരമായിട്ട് 10ാം അധ്യായം 31 മുതൽ 11ാം അധ്യായം 1ാം വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അടുത്തത് സഭാ സമൂഹത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരാധന സമ്മേളനങ്ങളിൽ കാണിക്കേണ്ടതെന്നായ അച്ചടക്കവും സമർപ്പണ ഭാവത്തെക്കുറിച്ച് 11ാം അധ്യായം 2 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഇനിയും വരദാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യവും നിർദ്ദേശങ്ങളും 12ാം അധ്യായം 1 മുതൽ 14ാം അധ്യായം 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഇവിടെ ദാനങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് 12ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. എല്ലാ ദാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ആ ഒരു സ്നേഹത്തിൻ്റെ ഗീതം നമ്മൾ 13ാം അധ്യായം 1ാം വാക്യം മുതൽ 13ാം വാക്യം വരെ കാണുന്നു. അതിനകത്തിൽ പ്രവചനപരവും മറ്റു വരങ്ങളെക്കുറിച്ച് 14ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ പ്രായോഗിക നിർദ്ദേശങ്ങൾ 14ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇതാണ് വരദാനങ്ങളെക്കുറിച്ചുള്ള ലക്ഷ്യ നിർദ്ദേശങ്ങളുടെ ഭാഗത്തിൻ്റെ മറ്റ് ഡിസ്റ്റിങ്ഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻസ്. ഇനി 15ാം അധ്യായം 1 മുതൽ 58 വരെയുള്ള ആ ഒരു വലിയ അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ആ ഒരു വസ്തുത, ഒരു സത്യമാണ്. 15ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം വിശ്വാസികളുടെ പുനരുത്ഥാനത്തെ ഉറപ്പാക്കുന്നു എന്നുള്ളത് 15ാം അധ്യായം 12ാം വാക്യം മുതൽ 34ാം വാക്യം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനിയും പുനരുത്ഥാനത്തിൻ്റെ സ്വഭാവവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിജയം ആയിട്ട് അതിനെ അവതരിപ്പിക്കുന്നത് 15ാം അധ്യായം 35 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഈ ലേഖനത്തിൻ്റെ ഉപസംഹാരമായിട്ട് 16ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഉപസംഹാരത്തിൽ ചില ശുപാർശകൾ അല്ലെങ്കിൽ ധനസമാഹരണത്തിലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ശുപാർശകൾ 16ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും ചില അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്താൽ പോരാ എന്നൊക്കെ ഉള്ളത് അത് 16ാം അധ്യായം 13 മുതൽ 20 ഒരു വാക്യങ്ങളിലും പിന്നെ അന്തിമ അഭിവാദനം 16ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കാണും. ഇത്
ഒന്നാം ലേഖനത്തിൻ്റെ ഘടന. ഇനി കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഘടന നമ്മൾ നോക്കുമ്പോൾ ഒന്നാം ഭാഗമായിട്ട് പൗലോസ്ലീഹായുടെ പെരുമാറ്റത്തെയും അപ്പസ്തോലിക ശുശ്രൂഷകളെയും കുറിച്ചുള്ള ഒരു വിശദീകരണം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം അധ്യായം 16-ാം വാക്യം വരെ നമുക്ക് കാണാം. ഇതിൻ്റെ ആമുഖമായിട്ട് 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. ഇവിടെ അഭിവാദനം, ദൈവികമായി ആഘോഷിക്കുന്ന സ്തുതിഗീതം, കഷ്ടതയിൽ നിന്നുള്ള ആശ്വാസവും മോചനം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം അവതരിപ്പിക്കുന്നത്. ഇനി 1-ാം അധ്യായം 12 മുതൽ 2-ാം അധ്യായം 13 വരെയുള്ളത് തൻ്റെ അപ്പസ്തോലിക സ്ഥാനത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രത്യേകത കാണിച്ചുകൊണ്ട് പൗലോസിൻ്റെ വിശ്വസനീയത അല്ലെങ്കിൽ പൗലോസിൻ്റെ വിശ്വാസീയത അവതരിപ്പിക്കാനുള്ള ഭാഗമായിട്ട് നമ്മൾ അതിനെ കാണാം. 2-ാം അധ്യായം 14 മുതൽ 7-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹായുടെ അപ്പസ്തോലിക സ്ഥാനത്തെ ഉറപ്പിക്കുവാൻ തക്കമുള്ള വാദങ്ങളും അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 7-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കൊറിന്തോസുകാരുടെ മാനസാന്തരം, നമുക്കറിയാമല്ലോ കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനം എഴുതിയത് അവർ മാനസാന്തരം പെട്ടു എന്നുള്ള ആ ഒരു അറിയിപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ ഒരു സന്തോഷം പ്രകടമാക്കുന്നു. ഇനി ഇതിൻ്റെ 2-ാമത്തെ ഭാഗം 8-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ജെറുസലേമിലെ പാവങ്ങൾക്കായുള്ള ധനശേഖരണത്തിന് പൗലോസ്ലീഹയുടെ ആഹ്വാനം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഓർക്കുക, ഔദാര്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ തീത്തോസിനും കൂട്ടാളികൾക്കും കൊടുക്കുന്ന ദൗത്യത്തെക്കുറിച്ച് 8-ാം അധ്യായം 16 മുതൽ 9-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങളും പിന്നെ ഔദാര്യത്തിൻ്റെ വിഭവങ്ങളും ഫലങ്ങളും 9-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണാം. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരാൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാകുന്നത് അല്ലെങ്കിൽ ക്രിസ്തു ദർശനത്തിന് അടിസ്ഥാനമായിട്ട് മറ്റുള്ളവന് വേണ്ടി ജീവിക്കുമ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു ആധ്യാത്മിക ദർശനം ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ മൂന്നാമത്തെ ഈ ലേഖനത്തിൻ്റെ 3-ാം ഭാഗം 10-ാം അധ്യായം 1 മുതൽ 13-ാം അധ്യായം 13 വരെയുള്ള കാര്യങ്ങൾ. ഇവിടെ പൗലോസ്ലീഹ ഒരു ന്യായവാദം അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ ന്യായവാദമാണ് ഈ വേദഭാഗം. തൻ്റെ അപ്പസ്തോലിക അധികാരത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പൗലോസ്ലീഹ ന്യായവാദം നടത്തുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാദിക്കുന്നു. അപ്പോൾ അതിന് അപ്പസ്തോലികമായ അധികാരം പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് അപ്പസ്തോലിക അധികാരം കിട്ടിയതെന്നുള്ളത് 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 11-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ബലഹീനതയിലുള്ള ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഞാൻ ഐ ആം നോട്ട് ബോസ്റ്റിംഗ് ഓൺ മൈസെൽഫ് ബട്ട് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പവർ ഫ്രം ദ ഹെവൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ വീഴ്പിളക്കുന്നത്. മറ്റു ചിലർ വീമ്പിളക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ്ലീഹ ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ 12-ാം അധ്യായം 14 മുതൽ 13-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്കുള്ള താക്കീതാണ്. കോറിന്തോസിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്. എൻ്റെ അപ്പസ്തോലികതയെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പസ്തോലിക സ്ഥാനത്തെക്കുറിച്ചും ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തെക്കുറിച്ചും എതിർക്കുന്നവരെ വിധിക്കുവാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയും. 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വേദഭാഗം ഉപസംഹാരമായിട്ട് ഈ ഒരു കത്ത് അവസാനിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം സഭയിലെ ക്രമം, അച്ചടക്കം, ഐക്യം, വിശ്വാസ ജീവിതത്തിലുള്ള ധാർമ്മികത, ആരാധന ക്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആരാധന നടത്തുന്നതിൻ്റെ സമർപ്പണവും അച്ചടക്കവും പുനരുത്ഥാനം എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നു. അതായത് സഭയുടെ ആ ജീവിതത്തെക്കുറിച്ച് സഭ മക്കളുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ കൊറിന്തോസുകാർക്ക് ഇത് 2-ാം ലേഖനം പൗലോസ്ലീഹയെക്കുറിച്ചുള്ളത്, പൗലോസ്ലീഹയുടെ സ്വത്വം അല്ലെങ്കിൽ വ്യക്തിത്വത്തെക്കുറിച്ച് കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ അപ്പസ്തോലിക ശുശ്രൂഷ അല്ലെങ്കിൽ സഹനം, അനുരഞ്ജനം, ഔദാര്യം, ബലഹീനതയിലുള്ള ദൈവത്തിൻ്റെ ശക്തി എന്നിവയെ എടുത്തു കാണിച്ചുകൊണ്ട് പൗലോസ്ലീഹ തന്നെക്കുറിച്ചുള്ള ആ ഒരു ദൈവഹിതത്തെ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ അപ്പസ്തോലിക ജീവിതത്തെക്കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ 2-ാമത്തെ ലേഖനത്തിൽ വരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് സഭാ മക്കളെ, സഭയെക്കുറിച്ചും 2-ാമത്തേത് അപ്പസ്തോലനെക്കുറിച്ചും ഉള്ള 2 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഈ 2 ലേഖനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ചർച്ച, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തുടർ പഠനം നമ്മൾ അടുത്ത എപ്പിസോഡിൽ നടത്തുന്നു. നന്ദി.